ഭീകരപ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ക്യൂബയെ ഒഴിവാക്കി അമേരിക്ക. സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവരെ തടവിലാക്കിയതിനെ തുടർന്ന് 2021 ക്യൂബയെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പകരം തടവിൽ കഴിയുന്ന 553 പേരെ ക്യൂബ വിട്ടയേക്കും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏതാണ്ട് 600ഓളം പേർ ഇത്തരത്തിൽ തടവുകാരായി ഉണ്ട് ക്യൂബയിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് 2021 കടുത്ത ഭക്ഷ്യക്ഷാമവും അതുപോലെ തന്നെ ഇന്ധനത്തിന്റെ ലഭ്യതക്കുറവും മൂലം വൈദ്യുതി പ്രതിസന്ധിയും എല്ലാം നേരിട്ട ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ നിന്നും, അത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ നിന്നും ഉണ്ടാവുകയും അത്തരത്തിലുള്ള വലിയ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തതോടെ ക്യൂബൻ സർക്കാർ കിരാത നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. കർശനമായ നിയമ നടപടികളിലൂടെ നിരവധി പേരെ ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ആ ഒരു സാഹചര്യത്തിലാണ് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു നീക്കം, അതായത് ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ക്യൂബയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കർശനമായ നീക്കം നടത്തിയത്. അല്പസമയം മുമ്പ്, ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ നിരോധനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പട്ടികയിൽ നിന്നും അമേരിക്ക ക്യൂബയെ നീക്കം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 550-ലേറെ ഇത്തരത്തിൽ തടവുകാരെ വിട്ടയക്കാനുള്ള ഒരു തീരുമാനവും ക്യൂബയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങളാണ്, 1600ഓളം പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിഷേധങ്ങൾ അന്ന് അവിടെ ഉണ്ടായി. ക്യൂബ നമുക്കറിയാവുന്നതാണ്, ചെറിയൊരു രാഷ്ട്രമാണെങ്കിൽ കൂടി വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ വലിയൊരു നമ്പർ ഓഫ് അറസ്റ്റും ഉണ്ടായി എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ഒരുപക്ഷെ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത, പട്ടികയിൽ തന്നെ ക്യൂബയെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന നിരീക്ഷണവും നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ നീക്കങ്ങൾ ക്യൂബയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ, അതായത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകാനിടയില്ല എങ്കിൽ കൂടി ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ കടുത്ത നടപടികൾ ക്യൂബയ്ക്കെതിരെ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ജോസാണ് വിവരങ്ങൾ നൽകിയത്. ഭീകരപ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്നാണ് ഇപ്പോൾ അമേരിക്ക ക്യൂബയെ ഒഴിവാക്കിയിരിക്കുന്നത്.